വിജിരാജ് അഞ്ചൽ എല്ലാവർക്കും ഇപ്പോൾ ഈ പേര് സുപരിചിതമായിരിക്കും. വിജിരാജ് അഞ്ചലിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും വോയിസ് റെക്കോർഡ് പുറത്തു പോയതിന്റെ പേരിലാണ്, വോയിസ് റെക്കോർഡ് കച്ചവടം നടത്തിയതിന്റെ പേരിലാണ് വിജിരാജിനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബുകളിലെല്ലാം എല്ലാവരും വീഡിയോ ചെയ്തിരുന്നു. ഞാനും വീഡിയോ ചെയ്തിരുന്നു. ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ വന്നു. ഡോക്ടർ റോബിന്റെ പേജിലാണ് വന്നത്. അത് വോയിസ് ക്ലിപ്പിന്റെ പേരിലാണ് അറസ്റ്റ് നടന്നത് എന്നുള്ള രീതിയിലാണ് എനിക്കും മനസ്സിലായത്. പല യൂട്യൂബർമാർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം വിജിരാജ് വന്നിട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെയല്ല കാര്യങ്ങൾ, എന്നെ അറസ്റ്റ് ചെയ്തത് വോയിസ് റെക്കോർഡ് വിറ്റതിന്റെ പേരിലല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ പേരിലാണ് വിജിരാജിനെ എല്ലാവരും കാണുന്നത്. വിജിരാജിനെ അറസ്റ്റ് ചെയ്തത് വോയിസ് റെക്കോർഡ് കച്ചവടം ചെയ്തുകൊണ്ടാണ്. അതൊരു വലിയൊരു വിഷയങ്ങളിലേക്കൊക്കെ പോയി. ഈ വോയിസ് റെക്കോർഡ് കച്ചവടം പിന്നെ പലരിലേക്കും പോയി. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും പല യൂട്യൂബർമാരും എടുത്തു നോക്കിയാൽ പലരും റിയാക്ട് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പലരും വോയിസ് റെക്കോർഡ് പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരായിക്കോട്ടെ, വിജിരാജ് ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വിജിരാജിനെ അറസ്റ്റ് ചെയ്തത് അതിന്റെ പേരിലാണെന്ന് പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ അന്വേഷിച്ചിടത്തോളം വിജിരാജിനെ അറസ്റ്റ് ചെയ്തത് ഈ പേരിലല്ല. വിജിരാജിനെ അറസ്റ്റ് ചെയ്തത് മറ്റൊരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കോ എതിരെ എന്തോ ഒരു പോസ്റ്റ് വന്നതിന്റെ പേരിലാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് വിജിരാജ് പറയാൻ നമുക്കൊന്ന് കേൾക്കാം. ഒരു വോയിസ് കച്ചവടത്തിന്റെയും പേരിലല്ല എന്നെ ഇത് ചെയ്തത്. എന്നെ നിരന്തരമായി ഒരു ഗ്യാങ്, ഈ രായാബിന്റെ ഒരു ഗ്യാങ് നിരന്തരമായി 15 ചാനൽ ഇട്ട് എന്നെ തെറി വിളിച്ചു. എൻ്റെ വീട്ടിലെ പൊടിക്കുഞ്ഞിനെ വരെ പോസ്കോ ആക്ട് അറിയാമോ അതുവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ രായാവിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോയി കൊടുത്ത കേസിനാണ്. എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ വരാത്തതുകൊണ്ട് അവരെന്നെ വീട്ടിൽ തിരക്കി വന്നു. തിരിച്ചവർ വണ്ടിയിൽ പോയപ്പോൾ എന്നെ പൊക്കി എടുത്തിട്ടുണ്ടെന്നൊക്കെ പോയെന്നാണ് കഥ. ഞാൻ തിരിച്ച് ആ വണ്ടിയിൽ അവിടെ ചെന്ന് ഞാൻ അവരെ പോയി കണ്ടു. എന്തിനെൻ്റെ വീട്ടിൽ വന്നെന്ന് ചോദിക്കാൻ വേണ്ടി അവിടെ പോയി കണ്ടിട്ട് ഞാനാണ് ആ വണ്ടിക്ക്. വിജിരാജ് തന്നെ പല വീഡിയോകളിലും വിജിരാജ് ഇട്ട അതിനുശേഷം ഇട്ട വീഡിയോകളും വിജിരാജ് പറയുന്നുണ്ട്, ആ കേസിന്റെ പേരിലല്ല എന്നെ അറസ്റ്റ് ചെയ്തത് വേറെ കുറെ പ്രശ്നങ്ങളിലാണ്. എന്നുവെച്ചാൽ ഒരാളുടെ ഫാൻ ഗ്രൂപ്പിൽ ഉണ്ടായ ചർച്ചയിലും അവരുമായിട്ടുള്ള തർക്കങ്ങളിലും ഞാൻ പറഞ്ഞ വേർഡുകൾ അല്ലെങ്കിൽ ഞാൻ ഇട്ട പോസ്റ്റുകൾ അവർക്കെതിരെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനെ അന്വേഷിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. ഞാൻ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. അതുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത് അത് വോയിസ് റെക്കോർഡ് വിറ്റതിന്റെ പേരിലല്ല. അപ്പൊ ഈ വോയിസ് റെക്കോർഡിന്റെ വിറ്റതിന്റെ പേരിലാണല്ലോ ഇപ്പൊ ചർച്ചകൾ കൂടുതൽ നടക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുമ്പോൾ ഇനിയും വരുമെന്ന് അറിയാം കമന്റുകൾ. എത്ര തന്നു ചേട്ടാ, വിജയരാജിനെ വെളുപ്പിക്കാൻ ഇനി എത്ര തന്നു, അല്ലെങ്കിൽ മറ്റേ ആളെ വെളുപ്പിക്കാൻ എത്ര തന്നു എന്നൊക്കെ വരുമെന്നറിയാം. ഈ വെളുപ്പിക്കാൻ തരുന്ന കാശ് കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ എന്തായാലും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു പാഷനാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ വിചാരിച്ചതാണ് എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. എനിക്ക് പക്ഷെ എന്തോ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ എനിക്കെന്തോ പറ്റുന്നില്ലായിരുന്നു. ആദ്യമൊക്കെ പല പ്രാവശ്യം അങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും എന്തോ ആദ്യമായിട്ട് ആയതുകൊണ്ടായിരിക്കാം ഒരു തണുത്ത മട്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം എനിക്ക് ചെയ്തു ഞാൻ ആദ്യമൊക്കെ ചെയ്ത വീഡിയോസ് കണ്ടാൽ അറിയാം. പിന്നെ കുറച്ചായിട്ട് ഞാൻ ചെയ്തു വന്നു. എനിക്കെന്തോ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞാനൊരു പാഷനായിട്ട് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ പാഷൻ എന്ന് പറയുമ്പോൾ ചിലർ പറയും, ഇതിനകത്തുനിന്ന് കാശ് കിട്ടുമല്ലോ, ഇന്ന ആളെ കുറിച്ച് ഇന്നത് പറഞ്ഞാലെന്നൊക്കെ. ഞാൻ ഇവരുടെ കാശ് വാങ്ങിക്കാനോ ഇവരുടെ കാശ് വാങ്ങിച്ചിട്ട് ഇവരെ പൊക്കി പറയാനോ അല്ലെങ്കിൽ വേറൊരാളെ കാശ് വാങ്ങിച്ചതൊന്നും എന്നെ കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്. ആ ജോലിയൊക്കെ ചെയ്ത് ഞാൻ കുടുംബമൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പം പറയാം യൂട്യൂബിൽ പൈസ കിട്ടുമല്ലോ എന്ന് പറയാം. യൂട്യൂബിൽ കാശ് കിട്ടും, ഞാൻ എൻ്റെതായ കാര്യങ്ങൾക്ക് ഞാൻ വിനിയോഗിക്കും. അല്ലാതെ ആരെയും പൊക്കി പറഞ്ഞിട്ടും ആരെ തള്ളി പറഞ്ഞിട്ടും ആരെ ചീത്ത വിളിച്ചൊന്നും എനിക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ലത് അല്ലെ എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ചാനലിൽ നിന്ന് ഞാൻ പറയുള്ളൂ. അത് എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അല്ലാതെ എനിക്ക് ഇന്ന ആളെ സൂചിപ്പിച്ചാൽ എനിക്ക് ഇത്രയും വ്യൂ കിട്ടും, മറ്റേ ആളെ സൂചിപ്പിച്ചാൽ എനിക്ക് അതിലും വലിയ വ്യൂ കിട്ടും, അല്ലെ ആൾക്കാർ കാണും, ആ തോന്നലൊന്നും എനിക്കില്ല. ചിലപ്പോൾ എൻ്റെ വീഡിയോ 100 പേരെ കാണും, ചിലപ്പോൾ 500 പേര് കാണും, ചിലപ്പോൾ 30,000 പേര് കാണും. ഓക്കെ, അല്ലാതെ എനിക്കിപ്പം വ്യൂ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെടാനും വ്യൂ കൂടി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ആളുമല്ല ഞാൻ. അങ്ങനെ വലിയ സന്തോഷം കാണിക്കുന്ന ആളുമല്ല ഞാൻ. അത് ആദ്യം മനസ്സിലാക്കുക. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് ഓരോ കമന്റുകൾ വരുന്നുണ്ട്. ഞാൻ നല്ല നല്ല കമന്റുകൾ കാണാറുണ്ട്. ഓരോ ഫാൻസിന്റെ ആൾക്കാർ വന്ന് അവരുടെ ഇഷ്ടമുള്ള ഫാൻസിന്റെ പേരിടുന്നുണ്ട്. അതെല്ലാം എനിക്കിഷ്ടമാണ്, നമുക്കൊരു കുഴപ്പമില്ല. അവർ അവരുടേതായ കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മാന്യമായ രീതിയിൽ വന്ന് നിങ്ങൾ പ്രതികരിക്കുക. അല്ലാത്തവർക്ക് ഞാൻ അതുപോലെ പച്ചയ്ക്ക് മറുപടി തരും. മാന്യമായ മറുപടികൾ. തീർച്ചയായിട്ടും ഞാനൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ പറഞ്ഞതിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്.
പിന്നെ വന്നിട്ട് നിർത്തിപ്പോ അല്ലെങ്കിൽ നീയൊക്കെ എന്തുവാടാ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്, മാന്യമായ കമന്റുകൾ ഇടുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ മാന്യമായ മറുപടി നൽകും. മാന്യമല്ലാത്ത കമന്റ് ഇടുന്നവർക്ക് അതേ നാണയത്തിൽ ഞാൻ ഈ ചാനലിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു പറയും, അല്ലെങ്കിൽ ഞാൻ അതുപോലെ മറുപടി തരും. അപ്പൊ പറയരുത് ഇന്ന ചാനലിലെ ഇന്ന ആള് ഇന്നതൊക്കെ പറഞ്ഞെന്ന്. നിങ്ങളിങ്ങനെ പരിപാടി കാണിച്ചാൽ എനിക്ക് അതിന്റെ മേളിലും കാണിക്കാൻ അറിയാം. നമ്മൾ ആരും മോശക്കാരല്ല. അങ്ങനെയുള്ള കമന്റ് ഇടുന്ന വ്യക്തികളുടെ പ്രൊഫൈലാണ് രസം. ഈ മോശം കമന്റ് ഇടുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മോശം കമന്റ് ഇടുന്ന ഒരു വ്യക്തിക്കും തൻ്റെതായ ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു സബ് 2 സബ് ഇന്നലെ തുടങ്ങിയത് അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് തുടങ്ങിയത് 1 വർഷം മുന്നേ തുടങ്ങിയതായിരിക്കും. അവർക്ക് പേരുമില്ല, ഒന്നുമില്ല, ഏതെങ്കിലും ഒരു യൂസർ നെയിം ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഒരു ഫോട്ടോയും ഏതെങ്കിലും സിനിമ നടന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവിന്റെയോ പക്ഷിയുടെയോ ഒക്കെ ആയിരിക്കാം. പിന്നെ റിയൽ ആയിട്ട് ഇടുന്ന കമന്റുകൾ ഞാൻ കാണാറുണ്ട്. അത് നമ്മൾ കയറി നോക്കുമ്പോൾ തന്നെ അറിയാം അത് റിയൽ അക്കൗണ്ട് ആണെന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് കമന്റ് ഇടുന്നവർക്ക് അതുപോലെ മറുപടി തരും. അത് ബാഡ് കമന്റ് ഇടുന്നവർക്ക് അതുപോലെ അതേ നാണയത്തിൽ തിരിച്ച് കമന്റും കിട്ടും. ഞാൻ പറയേണ്ടത് പച്ചയ്ക്ക് പറയുകയും ചെയ്യും. ഇപ്പൊ വിജിരാജിന്റെ കാര്യം, അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ കാര്യം, ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാര്യം ഈ 2 കാര്യങ്ങൾ പറയാനായിരുന്നു. ഈ വിഷയം എനിക്ക് നീട്ടിക്കൊണ്ട് പോയി സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അത് മാത്രമല്ല, ഞാൻ വിജിരാജിന്റെ ആ വീഡിയോയെ കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. വിജിരാജിനെ അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ വോയിസ് റെക്കോർഡിന്റെ പേരിലാണ് എന്നുള്ള രീതിയിൽ തന്നെ ഞാനും ചെയ്തിരുന്നു. എനിക്കത് വിജിരാജിനെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന പല ന്യൂസുകളിലും പല ചാനലുകാരും ഇപ്പോഴും ചെയ്യുന്നത് വിജിരാജിനെ അറസ്റ്റ് ചെയ്തത് ആ പേരിലാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടത് നിങ്ങൾ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. പിന്നെ അവിടെ നടക്കുന്ന കോൺവെർസേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. വിജിരാജും മറ്റുള്ളവരും അതിലൊന്നും ഇതുവരെ എനിക്ക് കരപരണമായിട്ട് തോന്നിയിട്ടില്ല. തോന്നാത്തതിന് കാരണം ഇത് എപ്പോഴും നടക്കുന്നതാണ്. വർഷാവർഷങ്ങളിൽ ഓരോന്ന് വരും. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും. ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയണം തോന്നും. നമ്മളെല്ലാവരും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ എന്റേതായ അഭിപ്രായങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. ചിലപ്പം മറ്റുള്ളവർക്ക് അത് തെറ്റായിട്ടായിരിക്കാൻ തോന്നുന്നത്. തീർച്ചയായിട്ടും അവർ ആ തെറ്റിനെ ചേട്ടാ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ എന്നെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ചിലപ്പം 500 പേര് കാണും, ചിലപ്പോൾ 1000 പേര് കാണും, ചിലപ്പം അതിൽ കൂടുതൽ ആൾക്കാർ കാണും. അപ്പം ഈ കുറഞ്ഞു വരുന്നതിൽ എനിക്ക് സന്തോഷവും, കുറഞ്ഞു വരുന്നതിൽ എനിക്ക് സങ്കടവും ഇല്ല, കൂടി വരുന്നതിൽ എനിക്ക് സന്തോഷവും ഇല്ല. ഇതെന്റെ പാഷനായിട്ട് ഞാൻ കൊണ്ടുപോകുന്നതാണ്. അപ്പം എനിക്ക് ആരെയും കുറിച്ച് കഥ മെനയണ്ടയോ അല്ലെങ്കിൽ ആരെയും കുറിച്ച് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ എന്നും എനിക്ക് താല്പര്യമില്ല. ഇതിനകത്ത് എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ യൂട്യൂബിൽ തന്നെ എന്തെല്ലാം അഭിപ്രായങ്ങൾ വരുന്നു, ആ അഭിപ്രായങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരറിയുക, അതിന്റെ കാര്യങ്ങൾ അറിയുക, അതിന് റിയാക്ട് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.